പഴം. എന്റെ മാളു. അയ്യോ. സ്റ്റേഷനിൽ കൊണ്ടുപോയി അയൺ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഇത് നശിപ്പിക്കുമെന്ന്. സത്യം പറ മനുഷ്യ, ചൂടാക്കിയ പെട്ടി ബ്ലൗസിന്റെ പുറത്ത് വെച്ചിട്ട് നിങ്ങൾ ഏതോ വനിതാ പോലീസിന്റെ മുഖത്ത് വായി നോക്കി നിൽക്കില്ലായിരുന്നു. ദൈവദോഷം പറയല്ലേ, ദൈവദോഷം പറയല്ലേ എന്റെ മാളു. നിന്റെ വായി നോക്കാൻ ധൈര്യമില്ലാത്ത ഞാനങ്ങനെ മറ്റൊരു പെണ്ണിന്റെ വായി നോക്കുന്നത്? നിങ്ങളുടെ മുഖത്തെന്താ? മുഖത്തോ? ഏ? ഒന്നുമില്ല. മുഖത്ത് എന്താണെന്നാണ് ചോദിച്ചത്. മുഖത്തൊന്നും ഒന്നുമില്ല. വേണ്ട, വീട്ടിൽ പോലീസ് കളി വേണ്ടാന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. വലിച്ച മീശ മീശ മീശ. ഈ പിരിയ മീശയുമായിട്ട് ഈ പടി കയറിയാൽ തേയില നുള്ളും പോലെ ഈ മൂക്കിന്റെ താഴെ ഇരിക്കുന്ന ഓരോ രോമവും നുള്ളി നുള്ളി ഇങ്ങെടുക്കും. എന്തിനാ വല്യച്ഛൻ ഇങ്ങനെ വഴക്കു പറയുന്നേ? പറഞ്ഞോട്ടെ മോളെ, നാട്ടിലുള്ള മുഴുവൻ ഗുണ്ടകളെയും വിറപ്പിക്കുന്നവനല്ലേ നിന്റെ ഈ വല്യച്ഛൻ. അപ്പോ എന്നെ വിറപ്പിക്കാനും ഒരാള് വേണ്ടേ? അതാണ് എന്റെ മാളു. എന്താ ചേച്ചി ഇത്? വെറുതെ ചേട്ടന്റെ മെക്കിട്ട് കയറുന്നത്. നീ ഇതിൽ ഇടപെടണ്ട കേട്ടോ. എന്റെ ഭർത്താവിനെ നിലക്ക് നിർത്താൻ എനിക്കറിയാം. നിന്നെ പോലെ ഭർത്താവിനെ പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ആളൊന്നും അല്ല ഞാൻ. പെണ്ണായ കെട്ടിയവന്മാരെ വരച്ച വരെ നിർത്തണം. കെട്ടിയവനെ വരച്ച വരെ നിർത്തുന്നത് മനസ്സിലാക്കാം. കെട്ടിയവന്റെ അനിയനെയും വരച്ച വരയ്ക്കുള്ളിലാക്കിയ ആളാണല്ലോ ചേച്ചി. അവള് കൗശലിന്റെ കൂടെ ഭാര്യയായിട്ടുണ്ടെങ്കിലേ അതെന്റെ അറിവോട് കൂടി തന്നെയാ. ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട. നല്ലോണം പിടിച്ചിട്ട് പെരുമാറിയല്ലോ. എന്താ മാളു, മാളുവിന് ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ കാണണ്ടേ? എനിക്ക് കാണണം. സൗകര്യം പോലെ ബെഡ്റൂമിലേക്ക് വാ. ചേട്ടൻ ഇന്ന് റെസ്റ്റ്. അയ്യോ, എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. നിനക്ക് ഞാൻ പിന്നെ തരും. പിന്നീടോ? നിനക്ക് ഇപ്പോഴും ഇല്ല പിന്നീടും ഇല്ല. നിനക്കൊണ്ടല്ലോ ഒരു പത്രാവ് കോട്ട് വിട്ടോണ്ട് കേസിലാണ് നടക്കുന്നത്. അവനോട് പോയി ചോദിച്ചു. ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുന്ന കുറ്റിയും പറിച്ചോണ്ട്. എനിക്ക് ചെറിയച്ഛൻ എന്താ കൊണ്ടുവന്നേ? മോൾക്ക് ചെറിയച്ഛൻ ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടുവന്നു. മോളിപ്പോ ആന്റിയോടൊപ്പം പോയി ചതുരംഗം കളിക്കും. അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് പെട്ടെന്ന് കൊടുത്തിട്ട് ചെറിയച്ഛൻ വരാം. ഓക്കേ, ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വാ. നമ്മുടെ മോക്കെ എന്തൊരു അനുസരണ. അതെ, ഗൗരവേട്ടന്റെ വിത്ത. അതാണല്ലോ എന്നും എന്റെ വിധി. അയ്യോ, സോപ്പ്. വലിയ സോപ്പ്. ഇതെന്താ ജാമാണോ? അല്ല, തലേ തേക്കുന്ന ജെൽ. ഇതെന്താ ആഫ്രിക്ക മാവരിക്കുന്ന തുണിയാണോ? മാവരിക്കുന്നതല്ല, ഇതാണ് സീ ത്രൂ നൈറ്റ് ഗൗൺ. ഇതേ ബെഡ്റൂമിൽ ധരിക്കാനുള്ളതാ. ആഫ്രിക്കയിലൊക്കെ കാപ്പിരികൾ ഇതിട്ടോണ്ടാണോ കേട്ടാ കിടക്കുന്നേ? കാറ്റേറാനായിരിക്കും പാവം. അതൊന്നും എനിക്കറിയില്ല. ഞാൻ നിനക്ക് വേണ്ടി മോഹിച്ച് വാങ്ങിച്ചോണ്ട് വന്നതാ. നീ ഇത് ധരിക്കേ, ഞാനൊന്ന് കാണട്ടെ. ആദ്യം ഗൗൺ, പിന്നെ ഞാൻ കൗശലിയേട്ടന്റെ ഗിഫ്റ്റ് ഒക്കെ ഗൗരവേട്ടനെ കൊണ്ടുപോയി കാണിച്ചിട്ട് വരട്ടെ. അയ്യോ ചേട്ടാ, നമ്മൾ രണ്ടും ഇവിടെ തന്നെ ഇല്ലേ? പിന്നെ എന്തിനേട്ടാ ആക്രാന്തം കാണിക്കുന്നത്? ഇന്നും തദൈവ. മാളവിക ഇവിടെയുണ്ട്, തൊട്ടടുത്ത വീട്ടിൽ സുഗന്ധിയുണ്ട്, അതിനപ്പുറത്ത് കനകമ്മയുണ്ട്, ഞാൻ ഇവിടെയുണ്ട്. പിന്നെ പിന്നെ എവളൊക്കെ ഉണ്ടായിട്ടും എനിക്കെന്താ ഗുണം? പക്ഷേ എനിക്ക് ഉറങ്ങാനെന്ന് നീ തന്നെ കൂട്ട്. മദ്യം കണ്ടുപിടിച്ചവന് സ്തുതി. എന്റെ ഭാര്യ